ഉള്ളത് ഹിമവൽ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൈസൂർ യാത്രയിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലേക്കാണ്. അവിടെ ഗോപാലസ്വാമി ബേട്ട എന്ന് പറയുന്ന ഗോപാലസ്വാമി ഹിൽസിനുള്ളിൽ ഒരു അമ്പലമുണ്ട്. ഗോപാലസ്വാമി ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. കേരളത്തിൽ നിന്ന് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഏകദേശം കേരളത്തിൽ നിന്ന് 80 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് ഒരു 30-35 കിലോമീറ്ററും മാത്രമാണ് ഇങ്ങോട്ട് ദൂരമുള്ളത്. ഈ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന വഴി വലത്തേക്കുള്ള റോഡിലൂടെയാണ് നമ്മൾ ഈ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോവുക. ഏകദേശം ആ ടേണിങ് ഒരു 12 കിലോമീറ്റർ ദൂരം ചെന്നാൽ മാത്രമേ നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിന്റെ താഴെ എത്താൻ സാധിക്കുകയുള്ളൂ. 1454 അടി ഉയരത്തിലാണ് ഗോപാലസ്വാമി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹില്ലിന്റെ ടോപ്പിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കില്ല. പകരം കർണാടക KSRTCയുടെ ബസ് സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ അവിടെ നിന്ന് ക്യൂ നിന്ന് ബസ്സിൽ കയറി വേണം മുകളിലെത്താൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി. ഏകദേശം 8:30യോടെയാണ് ഇത് തുറക്കുക. അപ്പോൾ ഞങ്ങൾ ഏകദേശം 8 മണിയോടെ തന്നെ അവിടെ എത്താൻ പാകത്തിന് മൈസൂരിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു നേരെയുള്ള ഒരു റോഡും അതിനങ്ങേയറ്റത്തായി സഹ്യ മലനിരകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകൾ ഭാഗം മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഹിമവൽ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. കാരണം ക്യൂ കൂടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് വാഹനങ്ങളാണ് ഈ ഡയറക്ഷനിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് പോന്നു. 8 മണി ഏകദേശം ആയിട്ടേ ഉള്ളൂ. എങ്കിലും അവിടെ ക്യൂ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചെന്നാൽ അത്രയും ക്യൂ കുറച്ച് നിന്നാൽ മതിയല്ലോ എന്ന് ഓർത്താണ് ഞങ്ങൾ വേഗം തന്നെ പോകുന്നത്. പ്രദേശം എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് ഫെൻസിങ്ങും മറ്റുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വനഭാഗത്തു നിന്നുള്ള അനിമൽസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മറുഭാഗത്തായിട്ടുള്ളത് കുറേ കൃഷി സ്ഥലങ്ങളാണ്. പ്രധാനമായും സൂര്യകാന്തി തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏകദേശം 8 മണിയോടെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല. ക്യൂ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഏകദേശം 300 ആളുകൾ ഓൾറെഡി ഐ തിങ്ക് ക്യൂവിൽ ഓൾറെഡി വന്നിരിക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഏകദേശം വന്നിട്ട് എത്ര മണിയായി? 9:02. ഞങ്ങൾ ഏകദേശം 8:15 ഇപ്പോൾ ഇവിടെ എത്തി. ഭയങ്കര ക്യൂ ആണ്. 8:30ക്കാണ് ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 7 ബസ്സോളം വന്നു. ഒരു ബസ് മുകളിലേക്ക് പോയി വരാൻ 30 മിനിറ്റ്സ് എടുക്കും. അവിടെ നിന്ന് തിരിച്ച് വരാനും അരമണിക്കൂർ എടുക്കും. അപ്പോൾ 1 മണിക്കൂർ എടുക്കും ഒരു ബസ് പോയി തിരിച്ചു വരാൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇനിയും ഏകദേശം
ഒരു 1.5 മണിക്കൂർ എടുക്കുന്നതെന്ന് തോന്നണേ മുകളിലെത്താൻ. അപ്പോൾ മാക്സിമം നേരത്തെ വന്നാൽ ഈ തിരക്ക് ഒഴിവാക്കാം. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. മുകളിലേക്ക് കയറുമ്പോഴാണ് താഴ്വരയുടെ ഭംഗി നമുക്ക് എല്ലാ അർത്ഥത്തിലും കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന കാഴ്ചകൾ. അങ്ങ് ദൂരെ സഹ്യ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞിൽ പൊതിച്ച് കിടക്കുന്ന മലനിരകളും പച്ച പരവതാനി വിരിച്ച നിലങ്ങളും ഒരു പ്രത്യേകതരം വൈബാണ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ റൂട്ടിൽ പ്രൈവറ്റ് വാഹനങ്ങൾ അനുവദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതൊരു സിംഗിൾ ലൈൻ റോഡാണ്. അപ്പോൾ 2 വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള സ്ഥലമില്ല. മാത്രമല്ല ഇത്രയും വാഹനങ്ങൾ മുകളിലേക്ക് പറഞ്ഞു വിട്ടാൽ അവിടെ പാർക്കിങ്ങിനും ഉള്ള സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും എപ്പോഴും ബസ് സൗകര്യമാണ്. കുറച്ചു നേരം ക്യൂ നിൽക്കണം എന്നതൊഴിച്ചാൽ എല്ലാ 15 മിനിറ്റിലും ബസ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇരുപത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയത് ഈ ഗോപാലസ്വാമി ഹിൽസിന്റെ മുകളിലേക്കാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു. ആ മഞ്ഞു മൂടിക്കിടക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനെ കാണാൻ വളരെ മനോഹരമാണ്. മുകളിലേക്ക് പോകുന്തോറും മഞ്ഞിന്റെയും കാറ്റിന്റെയും ശക്തി കൂടിക്കൊണ്ടിരുന്നു. ഏതോ സ്വപ്നലോകത്ത് ചെന്ന പോലെയുള്ള ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് അതിന്റെ മുകളിലെത്തിയപ്പോൾ തോന്നിയത്. താഴത്തെ കാലാവസ്ഥയിൽ നിന്നും വിപരീതമായി ഭയങ്കര തണുപ്പും മഞ്ഞുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഈ ഗോപാലസ്വാമി ഹിൽസിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ചോള രാജാവ് ബെല്ലാല ശ്രീകൃഷ്ണന്റെ സ്മരണയ്ക്കായിട്ടാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. വളരെ വലിയൊരു പ്രദക്ഷിണ വഴിയുണ്ട്. ഇതിന് ചുറ്റും ഒരുപാട് മൊട്ടക്കുന്നുകളാണുള്ളത്. വിശാലമായ ഈ പുൽത്തകിടികളിൽ ചില സമയങ്ങളിൽ ആനക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപാട് കമ്പിവേലി നമുക്ക് കാണാൻ സാധിക്കും അവിടെ. ഇതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം. ഈ അമ്പലം വളരെ പഴയതാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. ആക്ച്വലി അത് സത്യമാണ്. കാരണം ഇത് 1315 പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അകത്തും വളരെ നല്ല തണുപ്പാണ്. ഇതിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും തണുപ്പാണ്. വൈകുന്നേരങ്ങളിൽ മാത്രം അല്ല, ഉച്ചയ്ക്കും കോടമഞ്ഞ് മൂടുന്ന പ്രദേശമാണിത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഉള്ളത് 10:10:30 ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ ബസ്സിലാണ് നമ്മൾ വരുന്നത്. എല്ലാ ബസ്സും ഇവിടെ വരും, ആളെ ഇറക്കും, പിന്നെ ഇവിടെ നിന്നുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ടിക്കറ്റിന് ഏകദേശം 60 രൂപയാണ്. പോരാത്തതിന് ജീപ്പിൽ നമുക്ക് പോകാവുന്നതാണ്. അതിന് ഏകദേശം 5 പേർക്ക് 800 രൂപയോളം വരും. ഭയങ്കര കോടയാണ്, കാറ്റും ഭയങ്കരമാണ്. ഇത്രത്തോളം കോട ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇലവീഴ പൂഞ്ചിറയിൽ പോയപ്പോഴാണ്.
അതിന് സമാനമായ കോട തന്നെയാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല കാറ്റ് ഒരു രക്ഷയില്ല, അത്രത്തോളം ശക്തിയിലാണ് കാറ്റ് വീശുന്നത്. നമുക്കവിടെ നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ കുറച്ചു നേരം ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഏകദേശം വെയിൽ വീണിട്ടുണ്ടായിരുന്നു താഴെ പ്രദേശങ്ങളിൽ. അപ്പോൾ അവിടുത്തെ ഭംഗി തന്നെ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. വണ്ടിയെടുത്ത് ഞങ്ങൾ പോകുന്ന വഴിയാണ് ഒരുപാട് സൂര്യകാന്തി പാടങ്ങളുണ്ട്. അത് കണ്ടെത്താത്തോളം ദൂരം വ്യാപിച്ചു കിടക്കുന്ന സൂര്യകാന്തി പാടം കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുപോലെ തന്നെ പൊരുവയിൽ ഓക്കാതെ നടക്കുന്ന ഒരു കന്നുകാലിക്കൂട്ടം ഞങ്ങൾ കണ്ടു. അത് മേച്ച് നടക്കുന്ന ഒരു ഇടയൻ. അങ്ങനെ ഒരു ഗ്രാമ അന്തരീക്ഷം നമ്മൾ എങ്ങനെയാണോ മനസ്സിൽ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ ഒരുപാട് മൊട്ടക്കുന്നുകളും കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ ഭംഗി അതിന്റെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. കുറച്ച് ഫോട്ടോയെല്ലാം എടുത്തു. അങ്ങനെ മൈസൂരിലെ 2ാമത്തെ ദിവസമായ ഇന്ന് ഹിമവത് ഗോപാലസ്വാമിയും ഗുണ്ടൽപേട്ടും കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് and keep supporting.